എല്ലാവരും ചെടികൾ വളർത്തുമ്പോൾ അതിനെ ഷോ ആയിട്ടില്ലെങ്കിലും ഫ്രണ്ട് വയ്ക്കുകയും അതിൻ്റെ ബാക്ക് എൻഡിൽ വേറൊരു വർക്ക് കാണാം അല്ലേ, അങ്ങോട്ടേക്കാട്ടോ ഇന്നത്തെ പോക്ക്. അതായത് എൻ്റെ ചെടികളിലെ റീഹാബിറ്റേഷൻ സെൻ്റർ എന്നൊക്കെ നമുക്ക് പറയാം, അങ്ങനെ ഒരു സ്ഥലം. അവിടെ ഞാൻ വേറെ ആരും എൻട്രി ചെയ്യിക്കാറില്ല, ഞാനല്ലെങ്കിൽ എൻ്റെ ചേച്ചിമാരാരെങ്കിലും. കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ പോകാറില്ല. അപ്പം സുലൂസിന്ന് ലീല ചേച്ചി വിളിച്ചു, ഞാനും ചേച്ചിയും കൂടെ പോയി. ചെന്നപ്പോൾ ഫുള്ള് കാട് കയറി കിടക്കുവാണ്. പിന്നെ കളനാശിനി അടിക്കാവുന്നതാണ്, പക്ഷെ ഇതാണ് അവസ്ഥ. എന്തായാലും ഇവിടെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കണമായിരുന്നു. വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ മൊക്കാറ, സ്പൈഡർ ഓർക്കിഡ് എല്ലാ വെറൈറ്റികളും നമ്മൾ വളർത്തുന്നുണ്ട്. പിന്നെ ക്വാറന്റൈനിൽ റിലീസാവുന്ന ചില ഐറ്റങ്ങൾ കേട് വരുന്നതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാറുണ്ട്. നിറച്ച് ഫ്ലവറായിട്ട് നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ചെടികൾ ഹെൽത്തി അല്ലെങ്കിൽ പൂക്കൾ ഞാൻ വെട്ടിയെടുക്കാറുണ്ട്. ഇവിടെ നിറച്ച് കാടായതുകൊണ്ട് ഒച്ചിൻ്റെ ശല്യം നന്നായിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച മഴയായതുകൊണ്ട് സ്നെയിൽ പ്ലാന്റ് വെക്കാൻ പറ്റിയില്ല. സ്നെയിൽ പ്ലാന്റ് വെച്ചാൽ അപ്പം തന്നെ എല്ലാം ചത്തു നോക്കുകയുള്ളൂ. ഒരു 2-3 ദിവസം കൊണ്ട് എല്ലാത്തിനും പിടിക്കാൻ പറ്റും. അതാണ് ആകെയുള്ള ആശ്വാസം. പിന്നെ അതുപോലെ തന്നെ പോച്ചയും കയറാറുണ്ട്. ഇപ്പോൾ പോച്ച പറിക്കൽ അങ്ങനെ ഇല്ല, കളനാശിനി അടിക്കൽ മാത്രമേ ഉള്ളൂ. പിന്നെ വീട്ട്മാറ്റൊക്കെ ഇട്ടുകൊണ്ട് പ്ലാന്റ്സ് വെക്കുന്ന സ്ഥലത്തോട്ടൊന്നും അതൊന്നും അറ്റാക്ക് ചെയ്തില്ല. പിന്നെന്താ, ഈ ചെടികൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക എന്താ നമ്മൾക്ക് ആ ഒരു മണ്ണിൻ്റെ മണവും ചെടികളും ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. എൻ്റെ ചെടികൾക്കും അതുപോലെ തന്നെയാണ്. ഇവിടെ നല്ല വെയിലും നല്ല വെട്ടവും കാറ്റും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ചെടികൾ നന്നായിട്ട് ഇവിടെ വളരാറുമുണ്ട്.